ഒരു 55-60 രൂപ മുടക്കില് ബാക്കി പേയ്മെന്റ് നമുക്ക് 2011 ലാസ്റ്റ് വണ്ടിയാണ്. 2011 മോഡൽ. ഇത് നമുക്ക് 1,15,000 രൂപ നമുക്ക് കസ്റ്റമർക്ക് ഫൈനൽ പ്രൈസ് ആണ്. 1,15,000 രൂപ നമുക്ക് 1,37. 1,37,000 വണ്ടി കൊടുക്കാം. 1,39,000. ചെറിയ വ്യത്യാസമല്ലേ? അതെ അതെ. നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആണ്. നിങ്ങൾക്ക് അറിയാം, വാഗണർ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള സാധനമാണ്. നമുക്ക് 2,29,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഫൈനൽ. നമുക്ക് ലാസ്റ്റ് പ്രൈസ് വേറെ ഒന്നും കുറയാണ്ടാവില്ല. 89,000 രൂപ ഫൈനൽ പ്രൈസ് കൊടുക്കാം. 2,05,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 2,05,000 നല്ല വണ്ടിയാണ്. നമ്മളങ്ങനെ വീണ്ടും ഇല്യാസ് ഖാനെ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ടോ. ഏകദേശം ഒരു മാസം മുമ്പ് നമ്മൾ വീഡിയോ, ഒരു മാസം അല്ല 2 ആഴ്ച കഴിഞ്ഞോളൂ വീഡിയോ ചെയ്തിട്ട്. കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് ഒക്കെ ചെറുവണ്ടിയാണ്. മെയിനായിട്ട് ചെറുവണ്ടി ഷോപ്പാണ് മെയിനായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ടവേരകളൊക്കെ ഏകദേശം ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തിനുള്ളിലെ ടവേര 2 ഉണ്ട്. അതേപോലെ സ്കോർപിയോ ഉണ്ട്, ബൊലേറോ 2 ലക്ഷം റുപ്യക്ക് ഉണ്ട്. ഇനി ചെറുവണ്ടികളാണ് സെന്നസ്റ്റിലുകളൊക്കെ ഏകദേശം ഒരു 89,000 79,000 റുപ്യക്ക്, സാൻഡോകൾ 79,000 റുപ്യക്ക്. അതേമാതിരി ബീറ്റുകൾ ചെറിയ പൈസക്ക്, അതേപോലെ ലിവകളുണ്ട്, സണ്ണികളുണ്ട്, എല്ലാ മോഡൽ വണ്ടികളും ഉണ്ട്. നമ്മുടെ കോളിലെ ഇയാസ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇയാസ് ഉഷാറാണല്ലേ? എങ്ങനെ ലൊക്കേഷൻ വരുന്നത്? ലൊക്കേഷൻ നമ്മുടെ മഞ്ചേരി കോഴിക്കോട് റോഡ്. മഞ്ചേരി കോഴിക്കോട് റോഡാണ്. പുല്ലാനൂർ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. മെയിൻ റോഡിന്റെ വക്കിനാണല്ലേ? മേജർ ആക്സിഡന്റ്, ഫ്ലഡ് ഗ്യാരണ്ടി അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞേ കൊടുക്കുള്ളൂ. ധൈര്യമായിട്ട് പറഞ്ഞേ കൊടുക്കുള്ളൂ. എത്ര വണ്ടികളുണ്ട് ഇവിടെ സ്റ്റോക്ക്? ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു 30ഓളം വണ്ടികൾ നിലവിലുണ്ടല്ലോ അല്ലെ? സ്കോർപിയോ ഉണ്ട്, അതേപോലെ 2 ടവേരകൾ ഉണ്ട്. ഒക്കെ 7 സീറ്റർ വണ്ടികൾ ഒരു 4-5 വണ്ടിയോളം. ടാക്സി വണ്ടി കണ്ടോ? വണ്ടി മറ്റേ വെറിറ്റോ ഉണ്ട് 2014. മൈലേജ് രാജാവുണ്ട്, പിന്നെ വിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു ചെറു വണ്ടികളാണെങ്കിൽ ഫോർഡിന്റെ വണ്ടികളുണ്ട്. പിന്നെ ഫോർഡ് ടൈറ്റാനിയം ഉണ്ട്. പെട്രോളും അല്ല ഡീസലും കൊടുക്കാം, പ്രൈവറ്റ് ആക്കിയിട്ടും കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫോർഡിന്റെ ടൈറ്റാനിയം 2016 മോഡൽ ആസ്പയർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ അവിടെ ഫ്രണ്ടിലുണ്ട്. പിന്നെ വാഗനർ ഉണ്ട് ചെറിയ പൈസക്ക് 230 2012 വണ്ടി 2019 കൊടുക്കാല്ലേ? വണ്ടി ഉണ്ട്. എല്ലാ കമ്പനിയുടെ വണ്ടികളും ഉണ്ട്. നിലവിൽ സ്റ്റോക്ക് എല്ലാം ഉണ്ട്. ഹോണ്ട സിറ്റികളൊക്കെ ചെറിയ പൈസ കിട്ടാ. കഴിഞ്ഞ വീട്ടിലിട്ട് അതേമാതിരി ഹോണ്ട സിറ്റി കാര്യം എത്തിക്കോളല്ലോ. 50,000 റുപ്യ കറക്കാം. അതും ഡീസൽ വണ്ടിയുടെ മൈലേജും ഉണ്ടാവും. എന്തായാലും 2 പാർട്ടി ചെയ്യാണ്ടാവല്ലോ. ഒക്കെ പ്രത്യേകം പറയാം, നമുക്ക് എക്സ്ചേഞ്ച് നല്ല ഇപ്പൊ നമ്മളെ വണ്ടി ഇവിടെ നിലവിലുള്ള വണ്ടികൾക്കൊക്കെ നമുക്ക് എക്സ്ചേഞ്ചിൽ വണ്ടികൾ പിടിക്കാൻ പറ്റും. കസ്റ്റമർ നമുക്ക് മാറ്റി കൊടുക്കാം. കുറഞ്ഞ വിലയുടെ വണ്ടികളാണെങ്കിൽ അൾട്ടോ ആവട്ടെ, മറ്റു വണ്ടികളാവട്ടെ, ചെറു വണ്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ നമ്മൾ മാറ്റിയിട്ട് ഇനിയിപ്പോ വലിയ വണ്ടി എടുക്കണേ ചെറിയ പൈസ നമുക്ക് വണ്ടി എടുക്കും ചെയ്യാലോ. എല്ലാ സമയത്തും നിങ്ങൾ വന്നോട്ടെ, വന്നുകൊണ്ട് ചെക്ക് ചെയ്ത് ഒരാളും കൂട്ടി വന്നോളി. ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് വണ്ടി എടുത്തോളൂ. ഇങ്ങനത്തെ ചെറു വണ്ടികൾ കൊടുത്താണ് വലിയ വണ്ടികൾക്ക് കൊണ്ടുപോകുക. ചെറിയ പൈസ കൊടുക്കണേ കൊടുക്കുക. അതേപോലെ തന്നെ ഫുൾ ഓൺ വണ്ടികൾ കുറെ ഉണ്ട്. ഞാൻ അതല്ല ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അങ്ങനെ വണ്ടികളുണ്ട്. 2 പാർട്ടിയായിട്ട് വീഡിയോ വരിക. ഒക്കെ വീട്ടിൽ കാണാലോ അല്ലേ? അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കാണുന്ന മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണ്ട. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെട്ട ചെറിയ വിലക്ക് നല്ല അടിപൊളി സഡാൻ വണ്ടിയാണ് ഹോണ്ട സിറ്റി. നമ്മളെ കോളിലെ ഇയാസക്കാണ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. ഉഷാറാണല്ലേ? അപ്പൊ എങ്ങനെയാ ഡീറ്റെയിൽ ഉണ്ട്? ഇത് 2014 മോഡൽ വണ്ടിയാണ്. 14 റീ രജിസ്ട്രേഷൻ ആണ്. ഡീസൽ ആണ്. എസ് വേരിയന്റ്. എസ് വേരിയന്റ് പറഞ്ഞാൽ AC പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ വരും, ഡുവൽ എയർ ബാഗ് വരും, ഡുവൽ വരും, അലവില് മാത്രമേ ഇല്ലാത്തുള്ളൂ. അലവിലുള്ള വണ്ടി നമ്മൾ ഫസ്റ്റ് സെയിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട വണ്ടി നമ്മൾ കൊടുത്തതാണ്. ഇത് നമുക്ക് കിലോമീറ്റർ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. കിലോമീറ്റർ ഏകദേശം ഒരു 1.5 ലെവലിലൊക്കെ കൂടി ഉണ്ടാവും. റീ രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ. നമ്മൾ ജനുവിറ്റി പറയില്ല, പക്ഷെ വണ്ടി നല്ല വണ്ടിയാണ്. അതായത് കംപ്ലൈന്റ് കാര്യങ്ങളില്ല. മെക്കാനിക്കലായിരിക്കും. ഹോണ്ട പിന്നെ അങ്ങനെ കംപ്ലൈന്റ് വരൂല. എങ്കിലും സസ്പെൻഷൻ ഭാഗമാണെങ്കിലും മറ്റു ഭാഗങ്ങളാണെങ്കിലും ഒക്കെ ക്ലിയർ ഉണ്ട്, വൃത്തിയുണ്ട്. ഓണർഷിപ്പ് ഇന്നറാണ്. ഓണർഷിപ്പ് 3 അല്ലെങ്കിൽ 4 ആണ്. നമുക്കിത് ഫിനാൻസ് ഇട്ട് കൊടുക്കാം. ഒരു 55-60 രൂപ മുടക്കില് ബാക്കി പേയ്മെന്റ് നമുക്ക് റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് 4,60,000 നമ്മൾ ആസ്കിംഗ് പ്രൈസ് 4,60,000 ചോദിക്കുന്നുണ്ട്. കസ്റ്റമർ നല്ല കസ്റ്റമർ ആണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഡീസൽ 20ന്റെ മുകളിൽ എന്തായാലും ഉണ്ട്. ഷുവർ ആണ്. ഷുവർ മൈലേജ്. മറ്റു വണ്ടികളെ പറയുന്ന പോലെ 25 to 30 എന്ന് പറയുന്നതല്ല. ഇത് മൈലേജ് കിട്ടും. ഹോണ്ടയുടെ ഞാൻ ആ വണ്ടി കുറച്ചാലും യൂസ് ചെയ്ത
അത് 20ന്റെ മുകളിൽ മൈലേജ് ഉണ്ട്. 22-23 കിലോമീറ്റർ എന്തായാലും മൈലേജ് ഷുവർ ആണ്. പിന്നെ മെക്കാനിക്കൽ ഇത് വലിയ ഓട്ടോ ഓടിയിട്ടില്ല. 1 ലക്ഷത്തിൽ താഴെ 1.5 അല്ലല്ലോ സോറി ഇതിനകത്തുണ്ട്. 1 ലക്ഷം കണ്ട് ചിലപ്പോ ജെയിൻ ആവാനാ സാധ്യത ഉള്ള കിലോമീറ്റർ 1.10 കണ്ട് കിലോമീറ്റർ വരുന്നു. അടുത്ത വണ്ടി റെഡ് കളറ് 2012 മോഡല്. 12 മോഡൽ LXI ആണല്ലേ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു പരിപാടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. 2 ടയർ ഫ്രണ്ട്, 2 ടയർ പുതിയതുണ്ട്. ടയർ ഉണ്ട്. പുറകില് ആവറേജ് ടയറേ ഉള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം ടയർ കാര്യങ്ങൾ. പിന്നെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞത് റീപ്ലേസ്മെന്റുകളായിട്ട് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ടച്ചപ്പ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. അതെ അതെ. ഈ ഒരു ബമ്പറിന്റെ ഒരു ഭാഗം മാത്രം ടച്ച് ചെയ്യാനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇന്റീരിയർ ആണെങ്കിലും അടിപൊളിയാക്കി ചെയ്തു. കാര്യങ്ങളൊക്കെ ഉണ്ട്. കിലോമീറ്റർ ഇതിനകത്ത് കാണുന്ന കിലോമീറ്റർ 70 സംതിങ് കണ്ടാണ്, 70-80 കണ്ടാണ് കിലോമീറ്റർ. വണ്ടി കുഴപ്പമില്ല. മൊത്തത്തിൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാ തോന്നുന്നു നിലവില്. ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആണ്. നിങ്ങൾക്ക് അറിയാം വാഗനർ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള സാധനമാണ്. നമുക്ക് 2,29,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഫൈനൽ കൊടുക്കാം. ഇല്ല 2,29,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി ഫൈനലായിട്ട് നമുക്ക് കൊടുക്കാം. ലോൺ കയറും. ലോൺ ഒരു 1.5 ലക്ഷം വരെയൊക്കെ ലോൺ കയറും. മാക്സിമം ലോൺ കയറും. ചിലപ്പോ അതിലേറെ കയറും. നിങ്ങളെ പ്രൊഫൈൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടോ. ഒരു 19,000 ആർക്കല്ലേ, കുറച്ച് ആർക്കല്ലേ അതിലേറെ കിട്ടുന്നാണ് എന്റെ ഊഹം. കാരണം അൾട്ടോ 800 ഏകദേശം 1.5 മാക്സിമം ലോൺ ആണല്ലോ. ഇത് പെട്രോള് ഇത് പെട്രോളാണ് വരുന്നത്. 15 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും എന്തായാലും മൈലേജ് കിട്ടുമല്ലോ അല്ലേ. അടുത്ത വണ്ടി ഫോർഡിന്റെ ഒരു അസ്പയർ അല്ലേ. ഫോർഡ് അസ്പയർ ടൈറ്റാനിയം വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. കമ്പനി അലവില വരിക. ടയർ 4 ടയറും പുതിയ ടയർ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഒറ്റ ഓണറാണ് വണ്ടി എടുക്കുന്നത്. ഇതിൽ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. എത്ര മോഡൽ? അതുപോലെ തന്നെ 2016 മോഡല്. 16 മോഡലാണ് ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് നമ്മുടെ എക്കോസ്പോർട്ടിനൊക്കെ വരുന്ന അതേ എഞ്ചിൻ തന്നെ. കിലോമീറ്റർ 1,30,000 സംതിങ് കണ്ട് ഓടിയിട്ടുണ്ട്. 1,30,000 കണ്ട് ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ. ഫുൾ ഗ്യാരണ്ടി. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. കേരള വണ്ടി തന്നെ. അതെ അതെ, ഒറിജിനൽ കേരള. ടയറൊക്കെ ഫുള്ള് കരിമ്പുത്തൻ ടയറാ. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം വൃത്തിയിലുണ്ടല്ലോ അല്ലേ. ഇതൊക്കെ നല്ല ഒരുപാട് വേരിയന്റ് വരുന്ന വണ്ടിയാണ്. ഓപ്ഷൻസ് ഒരുപാട് വരുന്ന വണ്ടിയാണ്. എയർ ബാഗ്, EBD, ABS, ഒരു വിധത്തിൽപ്പെട്ട എല്ലാ. പിന്നെ മ്യൂസിക് കൺട്രോളൊക്കെ മറ്റേ കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരിക. അത് സടാ വണ്ടി ആണേനോ. അതെ അതെ. ഇത് 3,45,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ഇനി കുറെ ഉണ്ടാവില്ല വില. ഇതിലൊന്നും അല്ല, അതിലേറെ വില ഉണ്ട്. ശരി, മാക്സിമം മുട്ടി നമ്മൾ പറയണ്ടല്ലേ. 3,45,000 നമുക്ക് വണ്ടി കൊടുക്കാം. ലോൺ കിട്ടും. ഒരു 3 വരെയൊക്കെ ഏകദേശം നമുക്ക് ലോണും ചെയ്യാം. ഒരു 10-40 വണ്ടി ഇറക്കാം. ഇറക്കി കൊടുക്കും. ഡീസൽ 23-24 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. എന്തായാലും കിട്ടും ചെയ്യും. ഷുവറാ. ഇനി ടാക്സി വേറെ കാര്യങ്ങളുണ്ട്. ടാക്സിക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ടാക്സി വേണമെങ്കിൽ ടാക്സിയിലും ചെയ്ത്, പ്രൈവറ്റിലാണെങ്കിൽ പ്രൈവറ്റിലും ചെയ്തു. അതെ അതെ. പിന്നെ അത് മാത്രമല്ല, ഈ പ്രാവശ്യം നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വണ്ടികളുടെ നമ്മൾ എക്സ്ചേഞ്ച് പിടിക്കും. ഈ വണ്ടി എന്നല്ല, ഈ ഷോറൂമിലുള്ള ഏത് വണ്ടിയിലും ഏത് വണ്ടിയായിട്ടും വേണമെന്ന് നമ്മള് എക്സ്ചേഞ്ച് പിടിക്കാം. എക്സ്ചേഞ്ച് എടുത്തിട്ട്, അതായത് വലിയ വിലന്റെ വണ്ടികളല്ല, നമ്മുടെ വണ്ടിയുടെ വിലയുടെ താഴെ വരുന്ന മോഡലിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് എടുത്തിട്ട് കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാം. അതൊരു ഇപ്രാവശ്യം നമ്മള് അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇപ്രാവശ്യം. അടുത്ത വണ്ടി ടാറ്റന്റെ ഇൻഡിക്കല്ലേ, കോട്രാജറ്റ് വണ്ടി നല്ല വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, തട്ടില് മുട്ടില് കാര്യങ്ങളൊന്നുമില്ല. 11 മോഡല. പിന്നെ ഏറെക്കുറെ കമ്പനി പെയിന്റ് തന്നെ. ഈ ബമ്പർ ഒഴികെ ബാക്കി ഭാഗങ്ങളൊക്കെ ഏകദേശം കമ്പനി പെയിന്റ് തന്നെയാ വരുന്നത്. വണ്ടി നല്ല വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ. ഇത് 2011 ലാസ്റ്റ് വണ്ടിയാണ്. 2011 മോഡൽ. ഇത് നമുക്ക് 1,15,000 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് ഫൈനൽ പ്രൈസ് ആണ്. 1,15,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്, എല്ലാം ക്ലിയർ ആണ്. പിന്നെ ടയർ ആണെങ്കിലും പറയാൻ കാരണം എന്താ വെച്ചാൽ മറ്റു നമ്മൾ മുമ്പ് കൊടുത്ത വണ്ടികളെ പോലെ അല്ല, 4 ടയറും പുതിയതാണ്. അതായത് ഒറിജിനൽ ടയർ തന്നെ വണ്ടിക്ക്. ബ്രിഡ്ജസ്റ്റോണിന്റെ 4 പുത്തൻ ടയർ 4 വാങ്ങിച്ച് ഇട്ടതാണ്. വേരിയന്റ് AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. സിംഗിൾ ഒന്നല്ല, തേർഡ് ഓണറാണ്. LS ആണ് വേരിയന്റ്.
ഫുള്ള് ന്യൂ ഷേപ്പ് ആണ്. അത് 2010 അല്ല 2011 ലാസ്റ്റ് വണ്ടിയാണ്. ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ലോണ് ലോണ് നമുക്ക് ഇവിടെ ഈ ലൊക്കാലിറ്റിയിലുള്ള കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ ഒരു 15 ഒരു പകുതി നമുക്ക് ഡീസൽ മൈലേജ് കിട്ടുന്നുണ്ട്. 18 to 20. സ്വിഫ്റ്റിന്റെ അതേ സെയിം എഞ്ചിൻ തന്നെ വരുന്നത്. അതേ എഞ്ചിൻ തന്നെയാണ്. ഫിയറ്റ് എഞ്ചിൻ തന്നെ നമുക്ക് പറയാം. മൈലേജ് ഉണ്ടാവും. വേറെ കംപ്ലൈന്റ് ഇല്ല. അതിന് ഒരു കംപ്ലൈന്റും ഇല്ല. ഗ്യാരണ്ടി. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളില്ല. ആണ് നല്ല വണ്ടിയാണ്. അത് 1.5 ഫിക്സഡ് പ്രൈസ് ആണ്. അത്രയും ഈ ടയറൊക്കെ നമ്മൾ ഇട്ടതാ. അടുത്ത വണ്ടി ഇയോൺ കേട്ടോ. ഇയോൺ 2015-16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 15 രജിസ്ട്രേഷൻ ഉണ്ട്. ലോണ് മാക്സിമം കിട്ടും. പിന്നെ ഇതിലുള്ള കിലോമീറ്റർ ജെന്യൂൻ ആണ്. 60 സംതിങ് അങ്ങാണ്ട് കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ലല്ല റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി. ഇന്റീരിയർ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഇത് നമുക്ക് 2,05,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 2,05,000 നല്ല വണ്ടിയാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടി. അത് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നും ചെയ്യാല്ല. ഇന്റീരിയർ ആണെങ്കിലും ഒക്കെ നല്ല കമ്പനി ഇതില് തന്നെ വരുന്നത്. ടയർ ആണെങ്കിലും ടയറൊക്കെ ഉണ്ട്. 4 ടയർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ. 2,05,000 രൂപ. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ലെസ് നെഗോസിയേഷൻ നമുക്ക് ചെറിയ നോക്കല്ലേ. ആളുകൾ വന്നാൽ മാക്സിമം ലോൺ ചെയ്ത് വന്നാൽ മതി. മൈലേജ് പെട്രോളിന് മൈലേജ് ഇയോണ് 18 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. എന്തായാലും മൈലേജ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. 18 to 20 അടുത്തൊക്കെ ഉണ്ടാവും. അടുത്ത വണ്ടി അൾട്ടോ 800 ആണ്. ഇത് 2016 വണ്ടിയാണ്. 2016 പക്ക മോഡല്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചെറിയ തിരുത്തുണ്ട്. ഇത് VXI വണ്ടിയാണ്. LXI അല്ല. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VXI ആണ്. കിലോമീറ്റർ ഇതിനകത്ത് കാണുന്ന കിലോമീറ്റർ 85,000 കിലോമീറ്റർ ആണ്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഒറ്റ ഓണർഷിപ്പ് ആണ്. VXI ആണ്. ഒരു റീപ്ലേസും ഇല്ല. ഒന്നും തന്നെ ഇല്ല. ഒന്നുമില്ല. പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ തട്ടില് മുട്ടില് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫൈനൽ പ്രൈസ്. ഇതിൽ കുറയൂല. ഡീലർമാരാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും. 2016 വണ്ടി നമ്മൾ മറ്റുള്ളവർ കുറ്റം പറയല്ല. എല്ലാ ഷോറൂമുകളിലാണെങ്കിലും മാർക്കറ്റ് പ്ലേസിലാണെങ്കിലും കിടക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ VXI വണ്ടിക്ക് 2,40 കുറഞ്ഞ എവിടെയും വണ്ടി കൊടുക്കൂല. നമ്മൾ അത്രക്ക് വാങ്ങണില്ല. അതെ. ഇതിന് നമ്മൾ 2,10,000 രൂപ ഫൈനൽ പ്രൈസ് വേണം. അതിൽ കസ്റ്റമർ നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. വെറും 16,000 രൂപ നമ്മൾ മുടക്കിയാൽ മതി ഇതില് മാക്സിമം. അത് ജെന്യൂൻ ആവണം. ഇത് കസ്റ്റമർ ജെന്യൂൻ ആണെങ്കിൽ ചിലപ്പോ ഈ 10 വേണ്ടി വരില്ല. ഫുൾ ഓൺ തന്നെ വേണം. കാരണം VXI വണ്ടിയാണ്. അറിയാലോ. ഡീലർ പ്രൈസും ആയിട്ടില്ല. ഡീലർമാരുടെ എന്തിനു മേലേക്ക് ഡീലർമാർ എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് വന്നതാണ്. അതുകൊണ്ട് കസ്റ്റമറോടെ കൊണ്ടുവന്നത് വേറെ വണ്ടിയിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താണ്. പിന്നെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. 2018 വരെ ഹിസ്റ്ററി ഉണ്ട്. 18-ൽ 54,000 കിലോമീറ്റർ ആണ് 2018 ഇത് കമ്പനി ഹിസ്റ്ററി കിടക്കുന്നത്. ഇപ്പൊ ഇതിൽ 85,000 ഓടിയതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ജെന്യൂനാന്ന് ഞാൻ പറയല്ല. പക്ഷെ അങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ട് കിട്ടിയ കാര്യം അതാണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല. ഒന്നുമില്ല. അതെ. 18-20 ഒക്കെ കിട്ടും. പുതിയ മോഡൽ എഞ്ചിൻ അല്ലേ വരിക. 20 മേലെ തന്നെ ഉണ്ടാവും. അടുത്ത വണ്ടി റെഡ്സ്. വീണ്ടും ഒരു ഗ്രേ കളർ ആണ്. ഗ്രേ കളർ ടച്ചപ്പും കാര്യങ്ങളൊന്നുമില്ല. ടച്ചപ്പ് കേറാത്ത വണ്ടി. ചെറിയ ടച്ചപ്പൊക്കെ ഉണ്ടാവും. അല്ല വൃത്തിയുണ്ട് വണ്ടി. കംപ്ലൈന്റ് ഇല്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഒരു കംപ്ലൈന്റും ഇല്ല. സസ്പെൻഷന് മറ്റ് ലോവർ റാം അപ്പർ റാം ഇങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വണ്ടിയാണ്. തീർത്തു വെച്ചതാണ്. ഇനിയിപ്പോ അതല്ല ചില കസ്റ്റമർ ഗ്യാരണ്ടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ചില ആള്. ഇത് വേണമെന്നുണ്ട് ആയിക്കോട്ടെ. 1 മാസം ഗ്യാരണ്ടി കൊടുക്കുക. പെട്രോൾ വണ്ടി അല്ലേ. ഇപ്പൊ വരാനൊന്നുമില്ല. ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. എത്ര മോഡലുണ്ട്? ഇത് 2010 മോഡലാണ്. VXI ആണ്. പെട്രോൾ ആണ്. പെട്രോളിന്റെ ഒരു ആള് ചോദിക്കുന്നുണ്ട്. ഡീസൽ ഇഷ്ടം പോലെ ഉണ്ട്. പെട്രോൾ കുറച്ച് കസ്റ്റമർ ഉള്ളതാണ് പെട്രോൾ വണ്ടിക്ക്. ചോദിക്കലുണ്ട്. അതെ. 4ാമത്തെ ഓണറാണ് വണ്ടി. ഓപ്പൺ ആണ്. കാരണം ഇതൊരു മിലിറ്ററിക്കാരന്റെ വണ്ടിയായിരുന്നു. കോഴിക്കോടുള്ള പട്ടാളക്കാരന്റെ വണ്ടി. അതൊരു സംഭവം പറയുന്നതല്ല. രാജ്യം കാക്കുന്ന ഒരു ആളെ അതുകൊണ്ട് പറഞ്ഞ അല്ല ഒന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർഷിപ്പ് 3 അല്ലെങ്കിൽ 4 നോക്കണം. പിന്നെ ഇൻഷുറൻസ് പുതിയതുണ്ട്. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. ഒരു റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. ടയറും ഉണ്ട്. 4 ടയറും പുതിയ ടയറും ഉണ്ട്. എത്ര നമുക്ക് ഫൈനൽ പ്രൈസ് 1,10,000
2,90,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 2 ലക്ഷം കഴിയില്ല. ഇല്ല, 1,90,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി 10 മോളില് റിഡ്സ് കൊണ്ടുപോകും. പെട്രോൾ വണ്ടി ഡീസൽ അല്ല, ഡീസൽ ഇഷ്ടം പോലെ കിട്ടും. പെട്രോൾ ആണ് പെട്രോൾ വണ്ടി വണ്ടി. അടുത്ത വണ്ടി വീണ്ടും റിഡ്സ് ആണ്, സിൽവർ കളർ അല്ലേ? ഇതൊരു ഓഫർ പ്രൈസിലാണ്. ഓഫർ വില എല്ലാ ഓഫർ വിലയും കൊടുക്കും. ഓഫർ പ്രൈസ്, ഓഫർ വില കുറച്ച് കൊടുക്കാം. മാർച്ച് മാസം അല്ല, അതുകൊണ്ടൊന്ന് ഓഫറിൽ കൊടുക്കാൻ. എങ്ങനെ ഇത് 2012 മോഡൽ VDI ഡീസൽ വണ്ടി, ഒറിജിനൽ VDI വണ്ടി. ഓക്കെ. കിലോമീറ്റർ 1,00,000 സംതിങ് 1.2 താഴെ എങ്ങാണ്ട് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഇച്ചിരി കൂടുതലാണ്. ഓണർഷിപ്പ് വില നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഓണർഷിപ്പ് 5 or 6 ആണ് ഓണർഷിപ്പ്. പക്ഷെ നമുക്ക് ലോൺ കിട്ടും. ഇപ്പൊ ഓണർഷിപ്പ് വിഷയമല്ല. ഈ ഓണർഷിപ്പ് കൂടുന്നതിലൊരു കാര്യമുണ്ട്. ഇപ്പൊ പഴയ പോലല്ല. ഞാൻ നിനക്കൊരു വണ്ടി തരാണെങ്കിൽ എനിക്ക് തരാണെങ്കിലും പേര് മാറിയിട്ടേ തരും. മുമ്പ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കായിരുന്നു. ഇപ്പൊ നമ്മൾ കച്ചവടക്കാർക്ക് പോലും ഹോൾഡ് ചെയ്ത് വെക്കാൻ കിട്ടൂല. പിന്നെ മുമ്പ് ഈ ഓണർഷിപ്പിന്റെ വിഷയം എന്ന് പറഞ്ഞാല് ലോണിന്റെ പ്രശ്നങ്ങളിലേ വന്നിരുന്നത്. ഇപ്പൊ ഇനിയിപ്പോ 5 ആയാലും 10 ആണെങ്കിലും ഒക്കെ പ്രശ്നമൊക്കെ തീർന്നുണ്ട്. ഇത് നമുക്ക് 2,25,000 രൂപ ആസ്കിംഗ് പ്രൈസ്. ചെറിയൊരു ലെസ് നെഗോസിയേഷൻ. കാരണം ന്യൂ ഷേപ്പ് വണ്ടിയാണ്, എല്ലായിടത്തും നിങ്ങൾക്ക് അറിയാം. 2,60,000, 2,60,000, 2,70,000 ശരാശരി വിലയുണ്ട്, അറിയാലോ. ഇതില് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ബോണ്ട് മാറിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത് കുഴപ്പമൊന്നുമില്ല, വേറെ ഒന്നുമില്ല, വേറെ വിഷയങ്ങൾ. ടയറുണ്ട്, 3-4 ടയർ, പുതിയ ടയർ. 2,25,000 അത് ഫിക്സഡ് പ്രൈസ് ആണ്. അതിൽ കുറയില്ല. ഫൈനൽ പ്രൈസ് ആണ് 2,25,000. അതിന് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. അത് മാത്രമല്ല 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കുകയും ചെയ്യും. 50,000 വണ്ടി ഇറക്കി 1.5-1.25 നല്ല കസ്റ്റമർ ആണെങ്കിൽ 1.5-1.25 ലോണും കിട്ടും. അതല്ല, സിബിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കുക. ചുറ്റുവട്ടത്ത് കിട്ടും. ഒരു 1.25 രൂപ വരെ നല്ല വണ്ടി. PDI ആണ്. മൈലേജ് ഉണ്ടാവും. 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് ഉണ്ട്. ഡീസൽ മൈലേജ് കിട്ടും. അടുത്ത വണ്ടി ഒരു 7 സീറ്റ്, 2 ടയറുകളുടെ ഒന്ന് പടി ഉണ്ട്, ഒന്ന് പടി ഉണ്ടായി. ഇതിമൊന്നും തുടങ്ങല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. 2006 വണ്ടിയാണ്. 6 മോഡലാണ്. പുതിയ പേപ്പറാണ്. ഇൻഷുറൻസ് പുതിയതുണ്ട്. അതുപോലെ തന്നെ ടാക്സ് ആണെങ്കിലും റിന്യൂവൽ ആണെങ്കിലും എല്ലാം പുതിയതാണ്. എല്ലാം ക്ലിയർ ആണ്. 4 ടയറും പുത്തൻ ടയറാണ്. അത് ചെയ്ത ടയറല്ല, അത്യാവശ്യം വിലയുള്ള ടയറുകളാ. 4,000 രൂപ മുടക്കുള്ള ടയറാ വരും. രണ്ടാണല്ലേ? KL 2. നല്ല വണ്ടി. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ AC പവർ സ്റ്റാറിംഗ് വണ്ടിയാണ്. 4 ഡോർ വരുമോ? 4 ഡോർ വരില്ല. പവർ വിൻഡോ വരില്ല. AC പവർ സ്റ്റാറിംഗ്. മൈലേജിലെ രാജാവാണ് 7 സീറ്റർ. അറിയാം. 8 സീറ്റ് അല്ല 10 സീറ്റ് അല്ല, 8 സീറ്റ് ആണ്. 7 സീറ്റർ സീറ്റ് നമുക്ക് വേണമെങ്കിൽ എത്ര അഡീഷൻ ചെയ്യാലോ. നല്ല വണ്ടിയാണ്. മെക്കാനിക്കലൊക്കെ ഫുള്ളാ, ഗ്യാരണ്ടിയാണ്. വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരിയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ലാണ്ട് കാരിയർ കാര്യങ്ങൾ ടാക്സിയിലല്ല, സാധാ പ്രൈവറ്റ് ആണ്. കാരിയർ കാര്യങ്ങൾ, സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എല്ലാം കൂടി ഉഷാർ വണ്ടി. എത്ര ചോദിക്കണ്ട? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് ആണ്. ഇനി അതിൽ കുറയൂല. 1,39,000 രൂപ ലാസ്റ്റ് കിട്ടിയാൽ നമുക്ക് വണ്ടി കൊടുക്കാം. കുറയില്ല. നമ്മളിവിടെ ഓഫീസിൽ ഈ വണ്ടിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വില 1,50,000 രൂപയാണ്. ഈ വീഡിയോ കണ്ടുവരുന്ന ആളുകൾക്ക് ഫൈനൽ പ്രൈസ്, അത് മറ്റുള്ളവരുടെ പ്രൈസ് അല്ല. 1,39,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് ഈ വണ്ടി മാക്സിമം കൊടുക്കാം. ലോൺ, ചെറിയ ലോണൊക്കെ നമുക്ക് സൈഡ് ലോൺ ഇവിടെ ചുറ്റുവട്ടം ഇറങ്ങി നമുക്ക് ചെയ്ത് കൊടുക്കും. നമുക്ക് ചെയ്ത് കൊടുക്കാം. 1,39,000 ഫൈനൽ വരും. അതിന് അവിടെ ഇവിടെ കമ്പനി പറയും ഈ കണ്ട വണ്ടി നല്ല വണ്ടിയാണ്. മെക്കാനിക്കലൊക്കെ ഫുള്ളാണ്. AC ഒക്കെ ഫുള്ളാണ്. 1,39,000 രൂപ ഫൈനൽ വേണം. അതിൽ കുറച്ച് കൊടുക്കൂല. അത് വീഡിയോ കണ്ടുവരുന്നവർക്കുള്ള പ്രൈസ് ആണ്. കടയിൽ ഇപ്പൊ നമ്മളില്ലാത്തപ്പോഴാണ് ഇവിടെ ചോദിച്ചാൽ 1,00,000 കുറച്ച് വണ്ടി കൊടുക്കൂല. നിങ്ങൾ വീഡിയോ കണ്ടുവരാണ്ട് 1,39,000 സാധനം കിട്ടും. 11,000 കുറച്ചുകൂടെ തരുമല്ലേ? ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഒരു 15 കിലോമീറ്റർ ഉണ്ടാവും. എന്തായാലും മലയായിട്ടും ചെയ്യുമല്ലോ. അടുത്ത വണ്ടി വീണ്ടും ടവേരാണ്, സിൽവർ കളറാണ്. ഇത് നമുക്ക് 2005 മോഡൽ വണ്ടിയാണ്. AC പവർ സ്റ്റാറിംഗ് തന്നെ ഇത് ഓപ്ഷൻ വരുന്നുള്ളൂ. മുമ്പിൽ ഗ്രില്ലൊക്കെ ഉണ്ടല്ലോ. ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 സീറ്റ് വണ്ടികൾ ഇപ്പൊ കൂടുതൽ പോകുന്നതുകൊണ്ട് നമ്മൾ കോൺസെൻട്രേറ്റ് പറഞ്ഞ് സംഭവം കിട്ടുമല്ലോ ഇങ്ങനത്തെ വണ്ടികളൊക്കെ. ഇത് നമുക്ക് 1,37,000 1,37,000 വണ്ടി കൊടുക്കാം. ഇത് 1,39,000. ചെറിയ വ്യത്യാസമല്ലേ? അതെ. ഓക്കെ. കിലോമീറ്റർ പറയാൻ പറ്റുമോ? കിലോമീറ്റർ അത്യാവശ്യം ഓടി ഉണ്ടാവുമല്ലേ? ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് നോക്കിയിട്ടില്ല. 4-5 ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. അതാവും എന്തായാലും. 7 സീറ്റ് ആരും പേര് പറയാണ്ട് കൊടുക്കില്ലല്ലോ. വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ടല്ലോ. അത്യാവശ്യം കുഴപ്പമില്ല. വൃത്തി കാര്യങ്ങളൊക്കെ. സീറ്റൊക്കെ നല്ല സീറ്റൊക്കെ അടിപൊളിയൊക്കെ. ചെറിയ സ്കൂൾ ട്രിപ്പ് അടിക്കുന്നവർക്കൊക്കെ അങ്ങനത്തെ ടീമിനൊക്കെ പറ്റുമുണ്ട്. 7 സീറ്റ് വണ്ടി തന്നെയാണല്ലേ? നിങ്ങൾ വന്നോളി, വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് വണ്ടി എടുത്തോളൂ. 1,37,000 രൂപയ്ക്കാണ് 8 സീറ്റ് വണ്ടി കൊടുക്കേണ്ടത്. ഇത് 39,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? ലോണൊക്കെ പിന്നെ മാക്സിമം നോക്കാം. നമുക്ക് ആള് വരുന്നതിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഇവിടെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ അത് ലോണിന്റെ കാര്യം നമുക്ക്
പരിഗണനയിൽ എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഈ ലൊക്കാലിറ്റി ഉള്ള കസ്റ്റമർ അവരെ സെറ്റപ്പിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുമല്ലോ. ചെയ്ത് കൊടുക്കും. അടുത്ത വണ്ടി വീണ്ടും ഒരു 7 സീറ്റ് വണ്ടിയാണ് സ്കോർപിയോ. എങ്ങനെ നമ്മളെ പണ്ടുള്ളവർ പറയുന്ന പോലെ യുവാക്കളെ ഹരായിട്ടുള്ള നല്ല ഹൈറ്റ് വെയിറ്റ് ഉള്ള നല്ല പവറുള്ള വണ്ടി. മാത്രമല്ല അതിന് വീല് കണ്ടില്ലേ, നല്ല അടിപൊളി അലവിലൊക്കെ അടിപൊളി അലവില് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യണ്ട, ഡീസൽ അടിക്കാൻ പോവുക, അത്ര മാത്രമേ കാരണം ചെയ്യണ്ട. മെക്കാനിക്കലൊക്കെ ഫുള്ളാണ്, ടർബോ ആണ്. 2007 മോഡല്. 7 മോഡല് 27 പേപ്പർ ഉണ്ടോ? 27 വരെ പേപ്പർ. എല്ലാവരും ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ. ഇത് ഇഞ്ചിൻ ഇത് വർത്താനം പറയോ? ഇല്ല, വർത്താനം വോയിസ് മെയിൽ നമ്മൾ പറയേണ്ടി വരും. കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ വരുന്നത് 1 സംതിങ് അങ്ങാണ്ട് ഓടിയിട്ടുണ്ട്. 2 ലക്ഷം തന്നെ ഓടിക്കൊള്ളി. 1.5 അങ്ങാണ്ട് നല്ലത് ചെയ്താണ്. അതായത് ഈ ഷേപ്പിലല്ല കിടക്കുക വണ്ടി, ഫേസ് ലിഫ്റ്റ് ചെയ്താണ്. ഇതിപ്പോ എംഹോക്കിന്റെ 2010-11 വണ്ടിന്റെ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത ഫ്രണ്ടേജ് ഫേസ് ലിഫ്റ്റ് ചെയ്താണ്. ഈ ടൈലാമ്പ് സോറി ബ്രേക്ക് ലൈറ്റ് ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം പുതിയതാ വരിക. ന്യൂ ഷേപ്പ് ബമ്പർ ആണെങ്കിലും ഇതില് ഫോഗ് ലാമ്പ് ആണെങ്കിലും ഒക്കെ ചെയ്തോണല്ലോ. എല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല വണ്ടി, ഇന്റീരിയർ ഒക്കെ കണ്ടില്ലേ, നല്ല സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി. 8 സീറ്റ് വണ്ടിയാണ് വരുന്നത്. ഇത് CRD വണ്ടിയാണ്, SLX ഓപ്ഷൻ, അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC, പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, അങ്ങനെയുള്ള എല്ലാ. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 10,75,000 രൂപ 80,000 മുടക്കുള്ള അലോയ്സ് അതിമ്മ കിടക്കുന്നത് ചെയ്തിട്ടുള്ളത്. ന്യൂ മറ്റേ പുതിയ മോഡൽ വണ്ടിക്ക് വരുന്ന ബൊലേറോക്കും സംഭവം അലോയ്സ് അതിമ്മ കിടക്കുന്നത്. അതിനുള്ള വില നമ്മൾ ചോദിക്കുന്നില്ല. 2,05,000 രൂപ ഫൈനൽ പ്രൈസ്. ഫൈനലാണ്, ഇനി കുറെ ഉണ്ടാവില്ല. ഇല്ല, നല്ല വണ്ടിയാ. എന്തായാലും ഇൻഷുറൻസ് ആണെങ്കിൽ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസാ. 10,000 രൂപ ഒരു വർഷത്തേക്ക് നോക്കിയാ വേണ്ട. പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ടില്ല, അത് എടുത്തങ്ങ് തരും. ഈ 2,05,000 രൂപയ്ക്ക് പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ട് വണ്ടി നമുക്ക് നല്ല വണ്ടി, ക്ലിയർ വണ്ടി, പാച്ച് വർക്ക് ഇല്ല, അങ്ങനത്തെ വിഷയങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഓടിച്ചു നോക്കി വർഷോപ്പിൽ കൊണ്ടുപോയിട്ട് എടുത്തോളി, പ്രശ്നമില്ല. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് തരാനൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.